ബാംഗ്ലൂർ എന്ന ഗാർഡൻ സിറ്റി നമ്മൾക്ക് 2025 കണ്ടറിയാം. ഞാൻ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിൻ്റെ ഗുഡ് ആൻഡ് ദി ബാഡ്, അപ്പോൾ നമ്മൾക്ക് അതിനെ പറ്റിയിട്ടൊന്ന് കാണാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് ഞാൻ അതല്ല പറയുന്ന എല്ലാ സൈഡിലുള്ള ബാംഗ്ലൂരും അങ്ങനെയായിരിക്കുന്നു. പക്ഷേ ഗാർഡൻ സിറ്റി എന്ന ബാംഗ്ലൂർ ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ നഗരവൽക്കരണം എന്ന് വെച്ചാൽ അർബനൈസേഷൻ ഉള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഷോപ്പിംഗ് മോള്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്. ഓൾമോസ്റ്റ് 10-20 മിനിറ്റ് നമുക്ക് നടക്കണം. VR മോൾ എന്ന് പറയും ഇതിനെ. അതിൽ നമ്മൾ ലൂലൂല് വന്നിരിക്കുകയാണ്. കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലൂലൂല് പോയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയും പിന്നെ ആവശ്യമുള്ള നമ്മളുടെ ഭക്ഷണത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് കറങ്ങി. ആ അർബനൈസേഷൻ നല്ല സ്ഥലമായിരുന്നു, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. പക്ഷേ കാണാൻ കിടക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ലൂലു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ആസ് യൂഷ്വൽ ദി ട്രാഫിക് വാസ് ഹൊറൻഡസ്. നോയ്സ് പൊല്യൂഷൻ എല്ലാതും ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതനുസരിച്ചിട്ട് തന്നെ പൊല്യൂഷനും ഇവിടെ കൂടി തുടങ്ങിയിട്ടുണ്ട്. പല ബാംഗ്ലൂരിയൻസും നമ്മുടെ നാട്ടിലെ ആൾക്കാരും സമ്മതിക്കില്ലെങ്കിലും എനിക്ക് ആദ്യമായിട്ട് ഫീലായത് അത് തന്നെയാണ്. ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും പൊല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇന്നലത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ 5 മണിക്കൊന്ന് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞാനിവിടെ അടുത്തുള്ള പാർക്ക് മാപ്പിൽ നോക്കി. കുറേ പാർക്കുകളുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഒരെണ്ണം നല്ലൊരു പാർക്കാണെന്ന് ഗൂഗിൾ റിവ്യൂവിൽ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇന്ന് മോർണിംഗ് വാക്കിനൊന്ന് പോയി കളയാം. അങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് സോ ഡിസപ്പോയിൻറ്റിങ്. സുപ്രഭാതം, നമസ്കാരം ഗൈസ്. സമയം 6 മണി ആവാറായി. ഞാൻ രാവിലെ ഒന്ന് ബാംഗ്ലൂരിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്കി അന്വേഷിക്കായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലേക്ക് ഉണ്ട്. നല്ല വാക്കിങ്ങും ജോഗിങ്ങും ഏരിയയാണ് ഇത്ര. എൻ്റെ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പം ഇന്ന് ബാംഗ്ലൂരിൽ എത്തിയിട്ട് നമ്മൾ 5ാമത്തെ ദിവസം ആവാറായി. ഇപ്പം തന്നെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാവും, പിന്നിലത്തെ ഒച്ചയും ബഹളവും. ഞാനിതിൽ നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പം നോയ്സ് റിഡക്ഷൻ ക്യാൻസൽ ആക്കിയിട്ട് കേൾപ്പിച്ചു തരാം. ഇതാണ് നോർമൽ സൗണ്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ഞാനുള്ളത് നാരായണപുര വിജയപുര പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ വൈറ്റ് ഫീൽഡിലും പല ഇതുണ്ടല്ലോ സ്ഥലങ്ങൾ. അതിൽ ഞാൻ വിജയപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മഹാദേവപുര, വിജയപുര അങ്ങനെയൊക്കെ. ഇവിടെ ഈ നെയിമിങ് ഭയങ്കര കൺഫ്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ 4-5 പേരുകളുണ്ട്. അപ്പം മനസ്സിലാവുള്ള ഏത് സ്ഥലത്തിലാണ് ഞാനിപ്പം നിൽക്കണമെന്ന്. എനിക്കൊന്ന് മഹാദേവപുര എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ 2-3 ദിവസമായി നോക്കുന്നത് നല്ലൊരു പാർക്ക് നടക്കാൻ വേണ്ടി പോകാനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള. കണ്ട ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമാണ് ഇവിടെ. കാരണം തൊട്ടപ്പുറത്ത് തന്നെ നമ്മളുടെ മെയിൻ റോഡും ഇതും. ഇത് രാവിലെ 6 മണിക്കുള്ള സമയം കേട്ടോ. ഈ സമയത്ത് ഇത്രയും ജനങ്ങൾ വണ്ടി ഓടിച്ച് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം. ഈ മാപ്പ് ലൊക്കേഷൻ എനിക്ക് കാണിച്ചു തന്നത് ഇത് കണ്ടില്ലേ. ഫുള്ള് രാവിലെ തന്നെ നമ്മൾ ഇത് കണ്ടിട്ട് മോർണിംഗ് വാക്കിനും എക്സസൈസിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ. ഞാനൊരു ഇതിൽ വ്ളോഗല്ല, ആക്ച്വലി ഇതൊരു ന്യൂസ് ചാനലാണ്. അതിൽ ഞാൻ ബാംഗ്ലൂരിൻ്റെ ഈ കച്ചറേനെ പറ്റിയിട്ടുള്ള ഒരിത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ റൈസിങ് കൺസേൺ ഓഫ് ദി എമൗണ്ട് ഓഫ് വേസ്റ്റ് ബീങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ലെഫ്റ്റ് ഇൻ ബാംഗ്ലൂർ ഏരിയാസ്. സോ ബാംഗ്ലൂരിനെ ഇങ്ങനെ പലതൊന്നും കണ്ടില്ല. ഇതിവിടെ ഇപ്പോൾ കച്ചറ കളക്ട് ചെയ്യുന്ന സ്ഥലം തോന്നുന്നു. ഒരു ക്ലീൻ ആൻഡ് നീറ്റായ സ്ഥലം എനിക്കൊന്ന് കൂടുതലും സൊസൈറ്റി ഏരിയാസും ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ കാണുന്നില്ല എനിക്ക് അവിടെ. ഇതാണ് ഞാൻ മാപ്പിൽ കണ്ടുപിടിച്ച ലേക്ക്, നാരായണപുര ലേക്ക്. കുഴപ്പമില്ല സ്ഥലം. താങ്ക് ഗോഡ്. കുറച്ച് അത്രയും വലിയ ലേക്കൊന്നല്ല ഇത്. ഇത് കണ്ട, ഇതാണ് നാരായണപുര ലേക്ക്. ഈ ഒരു ലേക്കിൻ്റെ പാർക്ക് ഏരിയയും ആക്ച്വലി മെയിൻ റോഡ് സൈഡിലുള്ളതാണ്. കുറച്ച് പീസ്ഫുള്ള് ആണിത്. പക്ഷേ ഈ ലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ മെയിൻ്റനൻസ് ആണിത്.
അങ്ങനെ 2-3 എന്താ പറയുക താറാവുകളുണ്ട്, പിന്നെ ഒരു കൊക്ക്. എനിക്കൊന്ന് ഇതിനെ ശരിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു സ്ഥലമാക്കി എടുക്കണം. ബേസിക്കലി ഇതൊരു ചെറിയൊരു പാർക്ക് ഏരിയയാണ്, വിച്ച് ഈസ് നൈസ്. ഇത് താറാവല്ല കേട്ടോ, ഇത് വേറെ എന്തോ പക്ഷിയാണ്. ഞാൻ താറാവെന്ന് വിചാരിച്ചത്. കൊക്ക, വെളുത്ത കൊക്കും കറുത്ത കൊക്കുവാ. അല്ല, കൊക്കല്ല, അത് വേറെന്തോ സംഭവം. ഇത് ഈ ഭാഗത്തൊക്കെ കുറച്ച് പച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ, പുല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓൾ ബാരൻ ലാൻഡ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉണ്ടല്ലോ ക്രൗഡ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് അവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. സോ ഐ ഫീൽ വെരി മച്ച്, ഐ ഡോണ്ട് നോ, ഐ ഫീൽ ദാറ്റ് ദേ ആർ നെഗ്ലക്റ്റിംഗ് ദീസ് ട്രഷേഴ്സ്. ഇത് കണ്ടില്ലേ, പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കച്ചറയുടെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്ക് എന്തായിട്ട് തോന്നും മോർണിംഗ് വാക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ നല്ല കച്ചറയുടെ സ്മെല്ലും കേട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നും? പിന്നെ എന്നാലും ആൾക്കാർ അവരെ രാവിലത്തെ എക്സസൈസ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാണ്ട് നേരെ അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നുണ്ട്. എനിക്ക് നടക്കാൻ യാതൊരു മൂടുമില്ല. ഞാനിപ്പോൾ തന്നെ ഒരു വലിയൊരു എലീനെ കണ്ട്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സാഡ് ടു നോ ദാറ്റ് ഇത്രയും നല്ലൊരു സിറ്റി, നല്ലൊരു ക്ലൈമറ്റുള്ളൊരു സിറ്റി, ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടായിട്ട് പോലും അതിനെ ശരിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നിൽക്കണത്. ഞാനിതൊരു കമ്പാരിസൺ ആയിട്ടൊന്നുമല്ല നോക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഐ തിങ്ക് വി ഓൾ ആർ ഇന്ത്യൻസ്, വി ഓൾ ഹാവ് ദി റൈറ്റ് ടു കീപ് അവർ എൻവയൺമെൻറ്റ് ക്ലീൻ ആൻഡ് സേഫ്. പക്ഷെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഡൽഹിയിലും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി യെസ്, ഡൽഹിയിലെ പാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ യു ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി ഇൻ മൈ ഓൾഡ് വീഡിയോസ് ദാറ്റ് ഹൗ ക്ലീൻ ആൻഡ് നീറ്റ് ദേ കീപ്. യെസ്, ഓഫ് കോഴ്സ് അതിനെല്ലാം ക്ലീനായിട്ട് വെക്കാൻ പറ്റും, ലൈക്ക് ദുബായ് പാർക്സ് അവർ വെക്കുന്ന മാതിരി. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി യെസ്, നമ്മളുടെ റിസോഴ്സസ് അനുസരിച്ചിട്ട് പ്ലസ് നമ്മളുടെ ഈ പ്ലാന്റേഷൻസിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് വാട്ട് ദേ ആർ ഡൂയിങ് ദെയർ. പക്ഷേ ഇവിടെ എനിക്കറിഞ്ഞൂടാ, ഇഫ് യു ആർ ഫ്രം ബാംഗ്ലൂർ, നിങ്ങൾ മലയാളികളോ ആരെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് ആണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന്, I mean, can you tell me if there's any other place which is like well kept, or is it that some places they are neglecting and they just not looking after it? I think ഞാനൊരു മലയാളി ആയതുകൊണ്ട് പറയണതല്ല, അതോ കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് പറയണതല്ല. ഞാൻ ഒരാഴ്ച കേരളത്തിൽ നിന്നിട്ട്, അതും I went there after 13-14 long years, and I felt Kerala was much more cleaner. I think people have that sense of responsibility to keep the place clean. City, yes, even I can compare. ഇതൊരു സിറ്റിയാണ്. നമ്മൾ തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ചെന്നപ്പോഴും അതെ, ഈവൻ ഞാൻ കൊച്ചിയിൽ ചെന്നപ്പോഴും അതെ, I found the city is more cleaner than what I have seen in Delhi or Bangalore. അയാളുടെ ഇതിൽ കണ്ട അരയിൽ തോക്ക്, സർദാർജിയാണ്. എനിക്കൊന്നും വല്ല ആർമിയോ പോലീസുകാരോ CID ആണെന്ന് തോന്നുന്നു. അല്ലട്ടാ, അത് ഒരു മിനിസ്റ്ററാ, MLA യോ, ആളുടെ ബോഡി ഗാർഡ്. അത് നമ്മൾ ഇന്നത്തെ നോക്കണ്ടേ. തിങ്ക് അബൌട്ട് ആഫ്റ്റർ 25 years, if this is the situation right now, what will Bengaluru be after 25 years? I think the young crowd in Bengaluru, I think Bengaluru has got more young crowd than people like me. I think they should take a step forward and come forward and do something about this, really, because they are the ones who has to live in the city, and after them their children. So this is a very major concern which I felt I should vlog about. ഇത് കണ്ട, ഇതൊക്കെ എലിയുടെ ഹോൾസാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഇൻഫെസ്റ്റഡ് ആണ് ഫുള്ളി. ഇഷ്ടം പോലെ എലിയുടെ ഹോൾസ് ഉണ്ട്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ കച്ചറയുടെ സ്ഥലമാണ്. ഇതുണ്ട്, ഇതൊക്കെ എലിയുടെ കൂടാ. ഇത് കണ്ട, വീട്ടിലെ ഇതാണ്. ഇത് ഈ ബിൽഡിങ്ങിൽ നിന്ന് വരണതാണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ. ഇത് നേരെ പോണത് ഈ ലേക്കിലേക്ക്. ഇത് കണ്ട, ഇതിൻ്റെ അടിയിൽ കൂടെ നേരെ പോണത് ഈ ലേക്കിലേക്ക്. വാട്ട് ഡു യു എക്സ്പെക്ട്?
എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലേക്കും. ദിസ് ഈസ് കോൾഡ് urbanization. That means people give more priority for urban lifestyle than the natural way of living. എന്നുവെച്ചാൽ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് സെൽഫ് അവരുടെ ഇത് മാത്രം നോക്കിയിട്ട് ജീവിക്കുക. ഇതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ മാത്രം പറയണില്ല, മോസ്റ്റ് ഓഫ് ദി പ്ലേസസ്. ബട്ട് ദർ ആർ സം പ്ലേസസ് വെയർ a proper leader who thinks about the city and its people, they thrive with a good lifestyle. ദൈവങ്ങളെ വരെ ഇന്ന് വലിച്ചെറിയണ മനുഷ്യന്മാരാണ് നമ്മൾ. ആ റെസ്പെക്റ്റ് പോലും നമ്മൾ ദൈവത്തിന് കൊടുക്കണില്ലെന്ന്. അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുവെച്ചാൽ ഒരു ദൈവത്തിൻ്റെ പിക്ചറാണ് ശരി, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ജനങ്ങളാണ് നമ്മളുടെ കൂടെയുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഐ എം നോട്ട് സേയിങ് ഞാനൊരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ, എല്ലാ മതത്തിലും ഇങ്ങനത്തെ ജനങ്ങളുണ്ട്. അത് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്ന് അവർക്ക് അറിഞ്ഞിടാ. ഒരാൾ വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഒരു 10 ആൾക്കാർ വന്നിട്ട് അവരത് ഇങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണത്. കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ വിഷമം തോന്നുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തിനെ പൂജിക്കുന്നത്? ദൈവത്തിന് തന്നെ നമ്മൾ വില കൊടുക്കണില്ല. പട്ടികളൊക്കെ എൻ്റെ പിന്നാലെ വരാ. ഇത് വേണ്ട എന്താടാ ഇതെന്തോരം പട്ടികളത്? വേറെ കടിക്കോ വണ്ടാറോ വിശ്വസിക്കാൻ പറ്റില്ല. മക്കല്ലേ ഇനി തിരിച്ച് ഈ വഴിയിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല. ഇത് വേണ്ട ഫുള്ള് കച്ചറയും കച്ചറയുടെ ഡബ്ബയും ഒന്നും പറയണ്ട. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാനും പറ്റില്ലല്ലോ. ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു സ്ട്രീറ്റ് സൈഡ് വാക്കില്ല. ഇത് അവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ഇവർ സംഭവങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത്, വണ്ടിയും കടകളും. ഇത് കണ്ടില്ലേ? ഡൽഹിയിൽ ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം അവർ ക്ലീൻ ആക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ എൻക്രോച്ച്മെന്റ് ചെയ്യില്ല ആൾക്കാർ, അപ്പം അത് ക്ലീൻ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തൊരു നാറ്റം, പണ്ടറകം. ആ മോർണിംഗ് വാക്ക് ചെയ്തത് വെറുതെ ആയിപ്പോയി. എന്നുവെച്ചാൽ നല്ല ഫ്രഷ് എയർ അപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ ആകത്തെ ഛർദിക്കാൻ വരുന്നുണ്ട്. പണ്ടറക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്ത ബാംഗ്ലൂർ അല്ല കഴിച്ചത്. അയ്യോ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞത് കേട്ടാ. അത്രയും നാറ്റം, അത്രയും എന്താ പറയാ, ഒരു എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു 200 മീറ്റർ വരെ 200-300 മീറ്റർ വരെ അത് ഫുള്ള് കച്ചറയുടെ ഇതാ. അത് പാർക്കിന് തൊട്ടപ്പുറത്ത് തന്നെ. ഇവിടെ നടക്കാൻ പോലും വഴിയില്ല. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നടന്നു പോവും? രാവിലത്തെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് വെറുതെ ആയി. മെട്രോ ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, ജനങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഞാൻ 10 മിനിറ്റായി ഇവിടെ നിൽക്കണം. ഇപ്പം 7:15 7:05 ഇവിടെ വന്നാണ് ഈ ഇൻ്റർസെക്ഷനിൽ. ഇവിടെ ഉണ്ടല്ലോ ഒരു റെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു സീബ്ര ക്രോസിങ്ങോ അതൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കും. വന്നപ്പോൾ ഇത്രയും ട്രാഫിക് ഉണ്ടായിരുന്നില്ല, ഇപ്പം കൂടി. എല്ലാം മോർണിംഗ് ട്രാഫിക്കാണ്. ക്രോസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഫൈനലി എങ്ങനെയോ അവിടുന്ന് ക്രോസ് ചെയ്തു. വിശന്നിട്ട് വയ്യ. രാവിലെ ഒരു ഇഡ്ഡലിയും വടയും കഴിക്കാമെന്ന് ഇരിക്കണം. രാവിലത്തെ മോർണിംഗ് റഷായി കാണണം. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് സൈഡിൽ. ഇത് പിന്നെയും കച്ചറയുടെ ഇത് പാണ്ടാറ. എവിടെ പോയാലും കച്ചറ ഉണ്ട്. അവിടെ കണ്ടൊരു കടയുണ്ട്, അവിടെ സ്ട്രീറ്റ് ഫുഡ് മാതിരി തന്നെ. അത് കഴിക്കാമെന്ന് വിചാരിക്കണം. ഇതാണ് സ്ഥലം. നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ്. അത് നല്ല ചൂടുള്ള ഇഡ്ഡലി വട സാമ്പാർ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ഇഡ്ഡലി വട സാമ്പാർ കഴിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ടേസ്റ്റ് ചെയ്യാം. പിന്നെ അതുമല്ല ക്ലീനുണ്ട്, നല്ല ക്ലീൻ സ്ഥലമുണ്ട്.